നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഷട്ടറിങ് അല്ലെങ്കിൽ ഫോം വർക്ക് ആണ്. അപ്പോൾ ദ ഫോം വർക്ക് ഓർ ഷട്ടറിങ് ഈസ് എ ടെമ്പററി ആൻസിലറി കൺസ്ട്രക്ഷൻ യൂസ്ഡ് ആസ് എ mold for the structure in which concrete is placed and which it harden and mature. അതായത് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ മെച്ചുവേർഡ് ആവാത്ത കോൺക്രീറ്റിനെ നമുക്കൊന്ന് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോം വർക്ക് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഷട്ടറിംഗ് എന്നും കൂടെ പേരുണ്ട്. അതായത് ഫോം വർക്ക് ഓർ ഷട്ടറിംഗ് ഈസ് എ ടെമ്പററി കൺസ്ട്രക്ഷൻ യൂസ്ഡ് ആസ് എ മോൾഡ് ഫോർ ദ സ്ട്രക്ചർ. അതായത് നമ്മളെ കൺസ്ട്രക്ഷൻ ശരിക്കും പറഞ്ഞ ഒരു മോൾഡ്, അതായത് സ്ട്രക്ചറിന് ഒരു മോൾഡിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഫോം വർക്ക് എന്ന് പറയുന്നത്. ഇൻ വിച്ച് കോൺക്രീറ്റ് ഈസ് പ്ലേസ്ഡ്, അതിൻ്റെ അകത്താണ് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്തിട്ട് അത് കോൺക്രീറ്റ് ഒന്ന് മെച്ചുവർ സ്റ്റേജിൽ എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഫോം വർക്ക് റിമൂവ് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്ന വെരി കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഷട്ടറിങ് അല്ലെങ്കിൽ ഫോം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, when the concrete has reached a certain required strength, the foam is no longer needed and is removed. അതായത് നമ്മൾ കോൺക്രീറ്റിന് ആവശ്യമായ സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മോൾഡിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു ഫോം വർക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ റിമൂവ് ചെയ്യും. ദ ഓപ്പറേഷൻ ഓഫ് റിമൂവിങ് ദ ഫോം വർക്ക് ഈസ് കോമൺലി നോൺ ആസ് സ്ട്രിപ്പിംഗ്. ഇങ്ങനെ ഈ ഫോം വർക്ക് റിമൂവ് ചെയ്യുന്ന ഈ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ സ്ട്രിപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, common type of foams are usually made up of timber, plywood, steel or combination of these. സാധാരണ രീതിയിൽ നമ്മൾ ഫോം വർക്കിന് ടിമ്പർ യൂസ് ചെയ്യാറുണ്ട്, പ്ലൈവുഡ് യൂസ് ചെയ്യാറുണ്ട്, സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്, ഇതിൻ്റെ എല്ലാം കോമൺ ടൈപ്പും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ടിമ്പർ ഈസ് ദ മോസ്റ്റ് ഫെമിലിയർ മെറ്റീരിയൽ എമംഗ് ദിസ് ആസ് ഇറ്റ് ഈസ് എക്കണോമിക്കൽ. ടിമ്പർ എക്കണോമിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടിമ്പർ ആയിരുന്നു. പക്ഷേ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ലൈക്ക് വാർപ്പിംഗ് ഇഷ്യൂസ്, സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കേജ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നോർമലി നമ്മളധികം സ്റ്റീൽ അല്ലെങ്കിൽ പ്ലൈവുഡ് ടൈപ്പൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദ സ്റ്റീൽ ഫോം വർക്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയാണ് മറ്റേനെ അപേക്ഷിച്ച്, ബാക്കിയുള്ള ടൈപ്പിനെ അപേക്ഷിച്ച്. ഇനി ഒരു നല്ല ഫോം വർക്കിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് ഫോം വർക്ക്: it should be strong enough to withstand all load coming on it, such as dead load of concrete and live load during its pouring, compaction and curing. അതായത് ഒരു നല്ല ഫോം വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ആയിരിക്കണം. ഇനഫ് ടു വിത്ത്സ്റ്റാൻഡ് ഓൾ ലോഡ്സ് കമ്മിങ് ഓൺ ഇറ്റ്. അതിൻ്റെ മേലെ വരുന്ന എല്ലാ ലോഡും ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം ആർക്ക്? നല്ലൊരു ഫോം വർക്കിന്. അതായത് ഡെഡ് ലോഡ്, കോൺക്രീറ്റിൻ്റെ ഡെഡ് ലോഡും അതുപോലെ തന്നെ ലൈവ് ലോഡ്, അതായത് പോറിങ്, കോമ്പാക്ഷൻ, ക്യൂറിങ് ടൈമിലൊക്കെ വരുന്ന ലൈവ് ലോഡും ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിരിക്കണം നല്ലൊരു ഫോം വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇനഫ് സോ ദാറ്റ് ഡിഫ്ലക്ഷൻ ഈസ് മിനിമം ഓർ ലോ. അതുപോലെ തന്നെ ഡിഫ്ലക്ഷനൊക്കെ ക്യാരി അല്ലെങ്കിൽ അതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അതുപോലെ ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ആസ് പോസിബിൾ. ഫോം വർക്ക് എന്ന് പറഞ്ഞാൽ അധികം വെയിറ്റ് ഇല്ലാത്ത, മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ ലൈറ്റ് ആക്കിയിട്ട് വേണം കൊടുക്കാൻ. The surface of the formwork should be smooth and it should provide easy stripping. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫോം വർക്കിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു മോൾഡ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഫോം വർക്കിനെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളെ ഫോം വർക്കിൻ്റെ സ്മൂത്ത്നെസ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അതിൻ്റെ സർഫസും വരിക അല്ലേ. നമ്മളത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഷേപ്പിലായിരിക്കും വരിക. അപ്പം നമ്മളെപ്പോഴും കൊടുക്കുന്ന സമയത്ത് സർഫസ് എപ്പോഴും നല്ല സ്മൂത്തായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഓൾ ജോയിൻറ്റ്സ് ഓഫ് ദ ഫോം വർക്ക് ഷുഡ് ബി സ്ട്രോങ് സോ ദാറ്റ് ലാറ്ററൽ ഡിഫോർമേഷൻ അണ്ടർ ലോഡ് ഈസ് മിനിമം. അതുപോലെ തന്നെ എല്ലാ ജോയിൻറ്റ്സും എന്തായിരിക്കണം? ഫോം വർക്കിൻ്റെ സ്ട്രോങ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ബിക്കോസ് സോ ദാറ്റ് ലാറ്ററൽ ഡിഫോർമേഷൻ അണ്ടർ ലോഡ് ഈസ് മിനിമം ആയിരിക്കും. ആൻഡ് ദിസ് ജോയിൻറ്റ് ഷുഡ് ബി ലീക്ക് പ്രൂഫ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോം വർക്കിൻ്റെ ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലീക്ക് പ്രൂഫ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കോൺക്രീറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വെള്ളം ഊസ് ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലീക്ക് പ്രൂഫ് ആയിരിക്കണം.